Yeah. No. Volkswagen പുതിയ പോളോ വരുന്നത് 1 ലിറ്റർ TSI എഞ്ചിനിലാണ് വരുന്നത്. നേരത്തെ നമുക്ക് 1 ലിറ്റർ എന്നാണ് എഞ്ചിൻ വന്നുകൊണ്ടിരുന്നത്. ബട്ട് ഈ വരുന്ന പുതിയ TSI എഞ്ചിനിൽ വരുമ്പോൾ 6 സ്പീഡ് ഗിയർ ബോക്സിൽ 110 PS ആണ് എഞ്ചിൻ്റെ പവർ വരുന്നത്. 76 ആയിരുന്ന എഞ്ചിൻ പവർ ഇപ്പം 110 PSയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സും കൊടുത്തിട്ടുണ്ട്. അതായത് പെർഫോമൻസ് വൈസും മൈലേജും എല്ലാം അതുപോലെ തന്നെ പെർഫോമൻസ് കൂടിയും മൈലേജ് അതുപോലെ തന്നെ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. മൈലേജ് കൂടിയും പവറും കൂടിയും രണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് അതിനകത്ത് ഈ എഞ്ചിനിൽ. പണ്ട് ഈ 1.2 ലിറ്റർ എഞ്ചിനല്ലേ? അതെ, നേരത്തെ വന്നുകൊണ്ടിരുന്നത് 1.2 ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത വേണ്ടിയിട്ട് 1 ലിറ്റർ വന്നു. 1 ലിറ്ററിൽ 76 PS ആയിരുന്നു നമ്മുടെ എഞ്ചിൻ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്നത് 1 ലിറ്റർ 110 PS ആക്കി എഞ്ചിൻ വന്നത്. പുതിയ സ്റ്റിയറിംഗ് വരുമ്പം ടിൽറ്റും ടെലിസ്കോപ്പിക്കുമാണ്. അത് സാറിൻ്റെ അനുസരിച്ച് ഹൈറ്റും അനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. വോയിസ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗിൽ തന്നെ വരും. മീറ്റർ കൺസോളിലെ കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസ് എല്ലാം വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, മിററിംഗ് ഓപ്ഷൻ അതെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ പ്ലെയറിനകത്ത് തന്നെ വരുന്നുണ്ട്. ടിൻറ്റഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ്സാണ് വരുന്നത്. ടിൻറ്റഡ് ഗ്ലാസ് ആണ് വരുന്നത്. നേരത്തെ വന്നുകൊണ്ടിരുന്ന വണ്ടികളിൽ ടിൻറ്റഡ് അല്ലായിരുന്നു. ഗ്ലാസ് വരുമ്പോൾ ടിൻറ്റഡ് ഗ്ലാസസാണ് വരുന്നത്. അത് 1 ടച്ച് ആണ് വിൻഡോസ് എല്ലാം വരുന്നത്. 1 ടച്ച് ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ആണ് വരുന്നത്. വൈപ്പറിൻ്റെ ബട്ടൺ ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോ ഡിവിനിങ് റിയർ വ്യൂ മിറേഴ്സ് ആണ് വരുന്നത്. ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോൾസ് ഇതാണ് വരുന്നത്. ഓണ് ഓഫ് എവിടെയാണ് വരുന്നത്. TJ മോഡൽ ഡ്രിൽസ് ആണ് 1 ലിറ്റർ TSIയിൽ വന്നിരിക്കുന്നത്. ബമ്പറും കാര്യങ്ങളും എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. 60 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിമോട്ട് കീ തന്നെ 4 വിൻഡോസും ഡൗൺ ചെയ്യാൻ പറ്റും. ഈ റിമോട്ട് കീ തന്നെയാണ് ഈ കൺട്രോൾസ് എല്ലാം വരുന്നത്. റൂഫ് വരുമ്പം ലേസർ വെൽഡിങ്ങാണ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിക്ക് ആൻറ്റി കൊറോഷൻ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 years 3 year പെയിൻറ്റ് വാറണ്ടി നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബൂട്ടെല്ലാം വരുന്നത് റിമോട്ട് കീ തന്നെ നമുക്ക് ബൂട്ടെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും. റിമോട്ട് കീ തന്നെയാണ് ബൂട്ട് ഓപ്പണിങ് ചെയ്യുന്നത്. ആംബിയൻ ലൈറ്റ്സ് വരുന്നുണ്ട് ഫ്ലോറിൽ. 6 way അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വരുന്നത്. സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓട്ടോ ഫോൾഡിങ് മിറേഴ്സ് ആണ് വരുന്നത്. ഫോർ വിൻഡോസും ആൻറ്റി പിഞ്ച് ആണ് വരുന്നത്. 1 ടച്ച് ആണ് വരുന്നത്. ആൻറ്റി പിഞ്ച് ആകുമ്പോൾ അത് 4 വിൻഡോസും ആൻറ്റി പിഞ്ച് വിൻഡോസ് ആണ് വരുന്നത്. ഓട്ടോ ഫോൾഡിംഗ് ആണ് മിറേഴ്സ് വരുന്നത്. മെയിനായിട്ട് വരുന്നത് 4 വർഷമായിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്ന വാറണ്ടി. ഇപ്പം വരുന്ന പുതിയ വണ്ടികളിൽ 6 years നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ സർവീസിൽ നമ്മൾ സർവീസ് വാല്യൂ പാക്കേജ് SVP പാക്കേജസ് വരുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് 4 years വരെ സർവീസ് പാക്കേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Volkswagen സർവീസ് പാക്കേജിൽ നമുക്ക് 4 വർഷമുള്ള എല്ലാ, അതായത് വണ്ടിയുടെ ഫുൾ മെയിൻ്റനൻസ് പാക്കേജാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ വാറണ്ടി ഇല്ലേ? വാറണ്ടി വരുന്നത് നോർമൽ വാറണ്ടി 4 years ആണ്. പ്ലസ് 2 year എക്സ്റ്റൻഡ് വാറണ്ടിയാണ് വരുന്നത്. Volkswagen വണ്ടികളിൽ മറ്റു വണ്ടികളുടെ ബ്രാൻഡുകളെ അപേക്ഷിച്ച് സർവീസ് പീരീഡ് ഇൻ്റർവെൽ വരുന്നത് വെച്ചാൽ 15,000 കിലോമീറ്റർ 1 yearലാണ് സർവീസ് പീരീഡ് വരുന്നത്. ഏതാണ് ആദ്യം സർവീസ് ചെയ്യുന്നത്? 1 year അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ. അതാണ് നമുക്ക് സർവീസ് പീരീഡ്. അതിനകത്ത് ഈ സെൻസർ ഉൾപ്പെടെ അല്ലേ എല്ലാ വണ്ടികളിലുള്ള എല്ലാ പാർട്സും, തേയ്മാനം ഇല്ലാത്ത എല്ലാ പാർട്സിനും നമ്മൾ ഈ 6 years വാറണ്ടി പ്രൊവൈഡ് ചെയ്യും.
സർവീസ് വരുന്നത് 15,000 1 ഇയറിലാണ് വരുന്നത്. സർവീസ് നമുക്ക് പുതിയ കസ്റ്റമേഴ്സ് ഇപ്പം വരുന്ന വണ്ടികളിൽ നമുക്കൊരു പാക്കേജ് വരുന്നത് വെച്ചാൽ 1,000 ഫ്രീ ചെക്കപ്പ് വരുന്നുണ്ട്, 7,500 അല്ലെങ്കിൽ 6 months നമുക്കൊരു ഫ്രീ സർവീസ് വരുന്നുണ്ട്. 15,000 അല്ലെങ്കിൽ 1 ഇയറിൽ സർവീസ് വരുന്നുണ്ട്. അത് നമുക്ക് ലേബർ നമ്മൾ ഇപ്പോൾ ഫ്രീ ആണ്, ഇപ്പോൾ വരുന്ന വണ്ടികൾക്ക് ഫ്രീ ആയിട്ടാണ്.